ബനാന കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നടുവേ മുറിച്ച് വെച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം. അപ്പം നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാമേ. അപ്പം ഈ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഏത്തയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഏത്തയ്ക്ക ഒന്ന് പീല് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫോർക്കോ അതല്ലെങ്കിൽ ഒരു സ്പൂണോ ഇനി അതില്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ആണെങ്കിൽ നന്നായിട്ട് നുളച്ചെടുക്കാൻ നമ്മുടെ ഏത്തയ്ക്ക് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നിങ്ങൾക്കിപ്പം കുരുവൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ഇവിടെ റിമൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ കുരു റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. കുരു റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബൗളിലേക്ക് ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുന്ന സമയത്ത് കുരുവൊക്കെ വിസിബിൾ ആവുകയെ അങ്ങനെ വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളയാമേ. അപ്പം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇല്ല എങ്കിൽ റസ്ക് പൊടിച്ചതോ അതല്ല എങ്കിൽ ബ്രെഡ് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതോ ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഒരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബ്രെഡ് ക്രംസും ഏലക്കപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ ബൗളിലേക്ക്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ പ്രത്യേകം യോജിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഷേപ്പ് ആക്കി എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. റൗണ്ട് ഷേപ്പോ ഓവലോ അതല്ല ഇനി ഹാർട്ട് ഷേപ്പ് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇനി കുട്ടികൾക്ക് ഏതെങ്കിലും പ്രത്യേക ഷേപ്പ് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തായാലും റൗണ്ട് ഷേപ്പാണ് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ കട്ട്ലേറ്റ്സും ഷേപ്പ് ആക്കി എടുക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണ്ടേ, നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണ്ടേ. അതിന് മുമ്പ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മുട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ വേണമെങ്കിൽ ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കോൺഫ്ലവർ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മുക്കിയിടുമ്പോൾ കട്ട്ലേറ്റ്സിനെ ഒന്ന് മുക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസ് ഇട്ടാലും മതി. അപ്പം അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ്സ് ഡിപ്പ് ചെയ്യാനായിട്ട് മുട്ടയെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയും ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് മുട്ടയിൽ മുക്കി കട്ട്ലേറ്റ്സിനെ മുട്ടയിൽ ഒന്ന് മുക്കി എടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ കട്ട്ലേറ്റ്സും ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് അടുത്തത് ഫ്രൈയിങ് ആണ് കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഉള്ളിൽ എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മുടെ കട്ട്ലേറ്റ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമുക്ക് കട്ട്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എണ്ണ വല്ലാതെ അങ്ങ് കുടിക്കും നമ്മുടെ കട്ട്ലേറ്റ്സ്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കട്ട്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണയിലേക്ക്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാം കുക്ക്ഡ് ഐറ്റംസ് ആണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഔട്ടർ കോട്ടിംഗ് ഒന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മാത്രം മതി. നമുക്ക് 2-3 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ ഔട്ടർ കോട്ടിങ്. അപ്പോൾ നമ്മുടെ കിഡിലും കട്ട്ലേറ്റ്സ് റെഡിയാണ്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കട്ട്ലേറ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ബനാന കട്ട്ലേറ്റ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഐറ്റം ആയിരിക്കും. ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.
ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.